ചരിത്രത്തിലെ പല നിഗൂഢതകളും പരിഹരിക്കാൻ പുരാവസ്തു ഗവേഷണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില കണ്ടെത്തലുകൾ ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അസാധ്യമായ നിർമ്മിതികൾ മുതൽ ആർക്കും വായിച്ചെടുക്കാൻ കഴിയാത്ത രഹസ്യ കോഡുകൾ വരെ, ശാസ്ത്രത്തിന് ഇതുവരെ വിശദീകരിക്കാൻ കഴിയാത്ത 20 പുരാവസ്തു വിസ്മയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നാൻ മഡോൾ മൈക്രോനേഷ്യയിലെ പോൺപേ എന്ന ദ്വീപിന്റെ തീരത്തായി കടലിനു മുകളിൽ നിർമ്മിച്ച ഒരു പുരാതന നഗരമാണ് നാൻ മഡോൾ. പസഫിക് സമുദ്രത്തിലെ വെനീസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. 92 കൃത്രിമ ദ്വീപുകൾ ചേർത്തുണ്ടാക്കിയ ഈ നഗരത്തിലൂടെ കനാലുകൾ വഴിയാണ് സഞ്ചരിക്കേണ്ടത്. സ്ലേറ്റ് കല്ലുകൾ പോലെ തോന്നിക്കുന്ന വലിയ ബാസൽറ്റ് കല്ലുകൾ കൊണ്ട് പണിത ഭീമാകാരമായ മതിലുകൾ ഇവിടെയുണ്ട്. ഏകദേശം AD 1200 മുതൽ 1628 വരെ ഇവിടെ ഭരിച്ചിരുന്ന സൗഡലൂർ രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു ഇത്. 50 ടൺ വരെ തൂക്കമുള്ള ഭീമൻ കല്ലുകൾ ഉപയോഗിച്ചാണ് ഇതിന്റെ മതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ലോഹ ഉപകരണങ്ങളോ ചക്രങ്ങളോ മൃഗങ്ങളോ ഇല്ലാതെ കടലിന് നടുവിൽ ഇത്രയും ഭാരമുള്ള കല്ലുകൾ എങ്ങനെ എത്തിച്ചു എന്നത് വലിയൊരു ചോദ്യമാണ്. അമാനുഷിക ശക്തികൾ സഹായിച്ചു എന്നാണ് അവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കുന്നത്. ഈ നഗരത്തിന് ചുറ്റും കനാലുകളുണ്ട്. ഏകദേശം 1000-ഓളം രാജകീയ പ്രമുഖർ ഇവിടെ താമസിച്ചിരുന്നതായാണ് കരുതുന്നത്. ശവക്കല്ലറകളും പ്രാർത്ഥനാ സ്ഥലങ്ങളും ഭക്ഷണമുണ്ടാക്കുന്ന ഇടങ്ങളുമൊക്കെയായി ഇത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് കുന്നിൻ മുകളിലോ കരയിലോ പണിയാതെ കടലിലെ പവിഴപ്പുറ്റുകൾക്ക് മുകളിൽ ഇത് പണിതത്? കൊടുങ്കാറ്റുകളെ പ്രതിരോധിക്കാൻ പ്രയാസമുള്ളതും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളതുമായ സ്ഥലമാണിത്. തങ്ങൾ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് കാണിക്കാൻ രാജാക്കന്മാർ തിരഞ്ഞെടുത്ത വഴിയാകാമെന്ന് ചിലർ പറയുന്നു. 1628ഓടെ ഈ രാജവംശം തകരുകയും നഗരം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. വെള്ളവും ഭക്ഷണവും എത്തിക്കാനുള്ള പ്രയാസവും ആഭ്യന്തര പ്രശ്നങ്ങളും ഇതിന് കാരണമായിട്ടുണ്ടാകാം. ഇത്രയും ഭാരമുള്ള കല്ലുകൾ ദ്വീപിന്റെ മറുവശത്തെ ക്വാറികളിൽ നിന്ന് എങ്ങനെ കൊണ്ടുവന്നു എന്നതിൽ ഇന്നും തർക്കമുണ്ട്. ശാന്തസമുദ്രത്തിലെ പഴയകാലത്തെ മനുഷ്യരുടെ ബുദ്ധിവൈഭവം കാണിക്കുന്ന ഒരു വലിയ വിസ്മയമാണിത്. ഒഹായോയിലെ ഗ്രേറ്റ് സർപ്പന്റ് മൗണ്ട്. തെക്കൻ ഒഹായോയിലെ കുന്നുകളിൽ ബ്രഷ് ക്രീക്കിന് അഭിമുഖമായുള്ള ഒരു സമതലത്തിൽ പാമ്പിന്റെ ആകൃതിയിലുള്ള മണ്ണുകൊണ്ടുള്ള ഒരു വലിയ നിർമ്മിതിയുണ്ട്. ഇതാണ് ഗ്രേറ്റ് സർപ്പന്റ് മൗണ്ട് എന്നറിയപ്പെടുന്നത്. ഇതിന് 411 മീറ്റർ അഥവാ 1348 അടി നീളമുണ്ട്. ചുരുണ്ടുകിടക്കുന്ന വാലും മുട്ട വിഴുങ്ങാൻ വാ തുറന്നു നിൽക്കുന്ന രീതിയിലുമുള്ള ഒരു പാമ്പിന്റെ രൂപമാണിത്. 1848-ൽ എഫ്രൈം സ്ക്വയർ, എഡ്വിൻ ഡേവിസ് എന്നീ ഗവേഷകരാണ് ഇതിനെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയത്. ലോകത്തിലെ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ മണ്ണ് നിർമ്മിതിയാണിത്. ഇതിന്റെ നിർമ്മാണം ശ്രദ്ധേയമാണ്. കളിമണ്ണും ചാരവും കല്ലും പല പാളികളായി ചേർത്താണ് ഇതുണ്ടാക്കിയത്. ഇതിന് ഏകദേശം 1.2 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ, അതായത് 4 മുതൽ 5 അടി വരെ ഉയരമുണ്ട്. വീതിയാകട്ടെ 6 മീറ്റർ മുതൽ 7.6 മീറ്റർ വരെ, അഥവാ 20 മുതൽ 25 മീറ്റർ വരെയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉൽക്കാപതനമുണ്ടായ ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നതിനൊരു പ്രത്യേകത നൽകുന്നു. മുകളിൽ നിന്ന് നോക്കിയാൽ പാമ്പിന്റെ രൂപം വ്യക്തമായി കാണാം. ഡ്രോൺ ക്യാമറകൾ വന്നതോടെ ഇതിന്റെ ഭംഗി കൂടുതൽ വ്യക്തമായിട്ടുണ്ട്. ആരാണിത് നിർമ്മിച്ചത്, എന്തിനാണ് നിർമ്മിച്ചത് എന്നതാണ് പ്രധാന നിഗൂഢത. ഒഹായോ താഴ്വരയിലെ ശവക്കല്ലറകൾ നിർമ്മിച്ചിരുന്ന അഡീന സംസ്കാരത്തിലുള്ളവരാകാം ഇത് നിർമ്മിച്ചതെന്നാണ് ആദ്യകാലത്ത് കരുതിയത്. എന്നാൽ അവിടെ നിന്ന് കിട്ടിയ കരികഷ്ണങ്ങൾ റേഡിയോ കാർബൺ ഡേറ്റിംഗ് നടത്തിയപ്പോൾ ഇത് ഏകദേശം AD 1070 തെളിഞ്ഞു. അതായത് ഇതിന് പിന്നിൽ ഫോർട്ട് ആൻഷ്യൻ സംസ്കാരമാകാം. പല കാലഘട്ടങ്ങളിലായി പലപ്പോഴായി ഇത് പുതുക്കി പണിതിട്ടുണ്ടാകുമെന്നും കരുതപ്പെടുന്നു. ഈ മണ്ണടരുകൾക്കുള്ളിൽ ശവക്കല്ലറകളൊന്നുമില്ലാത്തത് ഇതിനെ മറ്റ് നിർമ്മിതികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഇത് കേവലം പ്രതീകാത്മകമായ ഒന്നാണ്. ഇതിന്റെ അർത്ഥത്തെക്കുറിച്ച് ഗവേഷകരിൽ തർക്കമുണ്ട്. പാമ്പിന്റെ വായിലുള്ളത് ഒരു മുട്ടയാണെന്നും അത് ഫലഭൂയിഷ്ടിയുടെ അടയാളമാണെന്നും ചിലർ പറയുന്നു. മറ്റു ചിലർ അത് സൂര്യനാണെന്നും ഗ്രഹണത്തെയോ മറ്റോ ആണ് പാമ്പ് സൂചിപ്പിക്കുന്നതെന്നും വിശ്വസിക്കുന്നു. നക്ഷത്രങ്ങളുമായുള്ള ഇതിന്റെ ബന്ധത്തെക്കുറിച്ചും പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഉത്തരായനാന്തത്തിലെ സൂര്യൻ അസ്തമിക്കുന്ന ദിശയിലാണ് പാമ്പിന്റെ തല നിൽക്കുന്നത്. ശരീരത്തിന്റെ വളവുകൾ പല കാലങ്ങളിലെ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് ശരിയാണെങ്കിൽ അന്ന് നിർമ്മിച്ചവർക്ക് ആകാശത്തെ മാറ്റങ്ങളെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ ലിഖിതങ്ങളൊന്നുമില്ലാത്തതിനാൽ ഇതൊന്നും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അവിടുത്തെ ആദിമ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ പാമ്പിനെക്കുറിച്ചുള്ള കഥകളുണ്ടെങ്കിലും കാലപ്പഴക്കം കാരണം ഇതിനെ അവരുമായി ബന്ധിപ്പിക്കാൻ പ്രയാസമാണ്. ബാഗ്ദാദ് ബാറ്ററി. 1936-ൽ ബാഗ്ദാദിനടുത്തുള്ള ഖുജൂത്ത് റാബു എന്ന സ്ഥലത്ത് ഖനനം നടത്തിയപ്പോൾ കുറച്ച് മൺപാത്രങ്ങൾ ലഭിച്ചു. ആ പാത്രങ്ങളാണ് പിൽക്കാലത്ത് വലിയൊരു ചർച്ചയ്ക്ക് വഴിമാറിയത്. 13 സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള ഓരോ പാത്രത്തിനുള്ളിലും അസ്ഫാൾട്ട് ഉപയോഗിച്ചുറപ്പിച്ച ഒരു ചെമ്പ് സിലിണ്ടറും അതിന്റെ നടുവിലായി ഒരു ഇരുമ്പ് ദണ്ടും ഉണ്ടായിരുന്നു.
ഒറ്റനോട്ടത്തിൽ സാധാരണ പാത്രങ്ങളാണെന്ന് തോന്നുമെങ്കിലും ഇതിലെ ലോഹങ്ങളുടെ കൂടിച്ചേരൽ ഗവേഷകരിൽ സംശയമുണ്ടാക്കി. ഇവ BC 250 മുതൽ AD 650 വരെയുള്ള കാലഘട്ടത്തിലേതാണെന്ന് കരുതപ്പെടുന്നു. ചെമ്പും ഇരുമ്പും ചേർന്ന ഈ ഘടന കണ്ടാൽ ആധുനിക ബാറ്ററികളുടെ ഒരു പ്രാകൃത രൂപം പോലെയുണ്ട്. വിനാഗിരിയോ മുന്തിരിജാറോ പോലുള്ള അസിഡിക്കായ ദ്രാവകങ്ങൾ ഇതിൽ നിറച്ചപ്പോൾ ഒരു ചെറിയ ഇലക്ട്രിക് ചാർജ് ഉണ്ടാക്കാൻ ഇതിന് കഴിയുമെന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. പുരാതന മെസപ്പൊട്ടോമിയക്കാർക്ക് രാസപ്രവർത്തനങ്ങളിലൂടെ വിദ്യുത് ഉണ്ടാക്കാൻ അറിയാമായിരുന്നു എന്നിതിലൂടെ പലരും വിശ്വസിക്കുന്നു. എന്നാൽ പ്രശ്നമെന്തെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഇതുപയോഗിച്ചിരുന്നു എന്നതിന് വേറെ തെളിവുകളൊന്നുമില്ല. വയറുകളോ മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളോ ഒന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ലോഹങ്ങളിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാൻ ഇതുപയോഗിച്ചിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്ത വസ്തുക്കളും ലഭ്യമല്ല. ഖനനം നടന്നപ്പോൾ കൃത്യമായ രേഖകൾ സൂക്ഷിക്കാത്തത് കാരണം ഇതിന്റെ കാലപ്പഴക്കവും ഉറപ്പിക്കാൻ പ്രയാസമാണ്. ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതിന്റെ നിർമ്മാണ രീതി സസാനിഡ് കാലത്തിൻ്റേതാണ്. ഇത് കേവലം സാധാരണ പാത്രങ്ങൾ മാത്രമാണോ അതോ പ്രാകൃത ബാറ്ററികളാണോ എന്നതിൽ ഇന്നും വ്യക്തതയില്ല. ചിലപ്പോൾ നമുക്കിതുവരെ മനസ്സിലാക്കാത്ത മറ്റെന്തിനെങ്കിലുമായിരിക്കാം ഇത് നിർമ്മിച്ചത്. പുരാതന മനുഷ്യർ നമ്മൾ കരുതുന്നതിനേക്കാൾ ബുദ്ധിമാനാരായിരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാകാം ഈ ബാറ്ററികൾ. അജന്ത ഗുഹകളിലെ വെളിച്ചത്തിൻ്റെ രഹസ്യം. ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലുള്ള അജന്ത ഗുഹകൾ ബുദ്ധമത കലകളുടെ ഏറ്റവും വലിയ ശേഖരമാണ്. BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 6-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ പാറ തുരന്നുണ്ടാക്കിയ 30 ഗുഹകളാണിത്. ഇതിനുള്ളിൽ മനോഹരമായ ശില്പങ്ങളും അക്കാലത്തെ ജീവിതം കാണിക്കുന്ന ചിത്രങ്ങളുമുണ്ട്. ഈ ഗുഹകളുടെ ഉള്ളിൽ സൂര്യപ്രകാശം ഒട്ടുമെത്താത്ത ഇടങ്ങളിൽ എങ്ങനെയാണ് അന്ന് കലാകാരന്മാർ ഇത്രയും സൂക്ഷ്മമായ ചിത്രങ്ങൾ വരച്ചത് എന്നതാണ് പ്രധാന നിഗൂഢത. പല ചിത്രങ്ങളും ഗുഹയുടെ ഏറ്റവും ഉള്ളിലായതിനാൽ പകൽ പോലും അവിടെ കനത്ത ഇരുട്ടായിരിക്കും. എന്നാൽ ഗുഹയുടെ മേൽക്കുരയിലോ ചുമരിലോ വിളക്ക് കത്തിച്ചതിൻ്റെ കരിപുരൻ്റെ അടയാളങ്ങളൊന്നുമില്ല. അന്ന് വിളക്കോ പന്തങ്ങളോ ഉപയോഗിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അതിൻ്റെ പുക അവിടെ കരിയുണ്ടാക്കിയനെ. അങ്ങനെയെങ്കിൽ അവർ എങ്ങനെയാണ് വെളിച്ചം അവിടെ എത്തിച്ചത്? തിളക്കമുള്ള ലോഹ കണ്ണാടികളോ വെള്ളം നിറച്ച പാത്രങ്ങളോ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രതിഫലിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ചില ഗവേഷകർ പറയുന്നു. പുകയില്ലാത്ത പ്രത്യേകതരം വിളക്കുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്ന് മറ്റു ചിലർ വാദിക്കുന്നുണ്ടെങ്കിലും അതിനും തെളിവില്ല. 1500 വർഷത്തിനു ശേഷവും മായാതെ നിൽക്കുന്ന ഈ ചിത്രങ്ങളിലെ നിറങ്ങൾ പ്രകൃതിദത്തമായ സാധനങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. കല്ലിലും മറ്റും കൊത്തിയിട്ടുള്ള രൂപങ്ങളുടെ കൃത്യത നോക്കിയാൽ നല്ല വെളിച്ചമുള്ള സ്ഥലത്തിരുന്ന് ചെയ്തതുപോലെ തോന്നും. ഗുഹയ്ക്കുള്ളിലെ കനത്ത ഇരുട്ടിൽ ഇതെങ്ങനെ സാധിച്ചു എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. പുരാതന കാലത്തെ കലാകാരന്മാരുടെ ബുദ്ധിശക്തിയെയാണ് ഇത് കാണിക്കുന്നത്. സജാമ ലൈനുകൾ. ബൊളീവിയയിലെ സജാമ അഗ്നിപർവ്വതത്തിനടുത്തായി ലോകത്തിലെ ഏറ്റവും വലിയ ജിയോഗ്രാഫിക് സൈറ്റുണ്ട്. സജാമ ലൈനുകൾ എന്നാണിതറിയപ്പെടുന്നത്. ഭൂമിയിൽ വരച്ച നേർരേഖകളുടെ ഒരു വലിയ ശൃംഖലയാണിത്. ഏകദേശം 22,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തായി ഇത് വ്യാപിച്ചു കിടക്കുന്നു. കുന്നുകളും താഴ്വരകളും ഒക്കെ താണ്ടി കിലോമീറ്ററുകളോളം നീളത്തിൽ ഈ രേഖകൾ പോകുന്നു. 1930കളിൽ ഗവേഷകർ ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ വലിപ്പം കണ്ട് അത്ഭുതപ്പെട്ടുപോയി. പെറുവിലെ നാസ്ക ലൈനുകൾ പോലെ മൃഗങ്ങളുടെയോ മറ്റോ രൂപങ്ങളല്ല ഇവിടെയുള്ളത്, മറിച്ച് കിലോമീറ്ററുകളോളം നീളമുള്ള നേർരേഖകളാണ്. ആകാശത്ത് നിന്ന് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ വലിപ്പം മനസ്സിലാകൂ. കുന്നിൻ ചെരിവുകളിൽ പോലും യാതൊരു മാറ്റവുമില്ലാതെ 20 കിലോമീറ്റർ വരെ ഒരേ നേർരേഖയിൽ ഇവ നീളുന്നു. അന്നത്തെ ആദിമജനത നൂറ്റാണ്ടുകൾ കൊണ്ടായിരിക്കാം ഇത് നിർമ്മിച്ചത്. മുകളിലെ ഇരുണ്ട മണ്ണ് നീക്കം ചെയ്ത് താഴെയുള്ള വെളുത്ത മണ്ണ് പുറത്തു കാണിക്കുന്ന രീതിയിലാണ് ഇതുണ്ടാക്കിയത്. ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാതെ ഇത്രയും കൃത്യമായി ഈ രേഖകൾ എങ്ങനെ ഉണ്ടാക്കിയെന്നത് അത്ഭുതകരമാണ്. എന്തിനാണിത് നിർമ്മിച്ചത്? ഇവ റോഡുകളാകാൻ വഴിയില്ല, കാരണം അത്രയ്ക്ക് വീതി കുറഞ്ഞതും പരുക്കനുമായ വഴികളാണിത്. പുണ്യസ്ഥലങ്ങളെയോ ശവക്കല്ലറകളെയോ ബന്ധിപ്പിക്കുന്ന ആചാരപരമായ വഴികളാകാമെന്ന് ചിലർ കരുതുന്നു. കൊക്നോ സ്റ്റോൺ. 1887 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലുള്ള ഒരു പാടത്തുനിന്ന് റവറൻഡ് ജെയിംസ് ഹാർവി എന്നൊരാൾ വിചിത്രമായ കൊത്തുപണികളുള്ള ഒരു വലിയ കല്ല് കണ്ടെത്തി. ഇതിനെ കൊക്നോ സ്റ്റോൺ എന്ന് വിളിക്കുന്നു. 13 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള ഈ കല്ല് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ശിലാലേഖനങ്ങളിൽ ഒന്നാണ്. 90-ലധികം വൃത്തങ്ങളും വരകളും അടയാളങ്ങളും ഇതിലുണ്ട്. നിയോലിത്തിക് അഥവാ ബ്രോൺസ് യുഗത്തിലേതാണിത്. എന്നാൽ ഈ ചിഹ്നങ്ങളുടെ അർത്ഥം എന്താണെന്ന് ആർക്കും അറിയില്ല. ഇതൊരു നക്ഷത്ര ഭൂപടമാണെന്നും അതിർത്തികൾ അടയാളപ്പെടുത്തിയതാണെന്നും മതപരമായ ചിഹ്നങ്ങളാണെന്നുമൊക്കെ പലരും കരുതുന്നുണ്ടെങ്കിലും ഒന്നും ഉറപ്പിച്ചു പറയാനാകില്ല. കല്ല് നശിക്കാതിരിക്കാൻ 1965 ഇത് മണ്ണുമൂടി സംരക്ഷിക്കാൻ തീരുമാനിച്ചു. പിന്നീട് 2016 ഇത് വീണ്ടും പുറത്തെടുത്ത് 3D സ്കാനിംഗ് വഴി ഇതിൻ്റെ ചിത്രങ്ങൾ പകർത്തി. എന്തിനാണ് അന്നത്തെ മനുഷ്യർ കല്ലുകളിൽ ഇങ്ങനെയുള്ള അടയാളങ്ങൾ ഉണ്ടാക്കിയത്? യൂറോപ്പിൽ പലയിടത്തും സമാനമായ അടയാളങ്ങൾ കാണുന്നുണ്ട്. ആദിമ മനുഷ്യരുടെ ചിന്താശക്തിയെക്കുറിച്ചുള്ള സൂചനകൾ ഇത് നൽകുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അർത്ഥം ഇന്നും നിഗൂഢമാണ്. ഗ്രേറ്റ് സിംബാബ്വേയിലെ അവശിഷ്ടങ്ങൾ.
സിംബാബ്വേയുടെ തെക്കൻ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന നഗരത്തിന്റെ പേരിൽ നിന്നാണ് ആ രാജ്യത്തിന് തന്നെ പേര് ലഭിച്ചത്. AD 11 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച ഈ നഗരം തെക്കൻ ആഫ്രിക്കയിലെ വ്യാപാര വഴികളെ നിയന്ത്രിച്ചിരുന്ന ഒരു വലിയ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ കേന്ദ്രമായിരുന്നു. ഇന്ന് ഈ അവശിഷ്ടങ്ങൾ ഏതാണ്ട് 730 ഹെക്ടർ പ്രദേശത്തായി വ്യാപിച്ചു കിടക്കുന്നു. ഇതിനെ പ്രധാനമായും ഹിൽ കോംപ്ലക്സ്, ദി ഗ്രേറ്റ് എൻക്ലോഷർ, വാലി റൂയിൻസ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. സിമന്റോ മണ്ണോ ഒന്നും ഉപയോഗിക്കാതെ കല്ലുകൾ ഒന്നിനു മുകളിലായി അടുക്കി വെച്ചാണ് ഇവിടുത്തെ മതിലുകൾ പണിതിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചില മതിലുകൾക്ക് 10 മീറ്ററിലധികം ഉയരവും 5 മീറ്റർ വീതിയുമുണ്ട്. ഗ്രാനൈറ്റ് കല്ലുകൾ കൃത്യമായി മുറിച്ചെടുത്ത് ഇത്രയും ഉറപ്പുള്ള മതിലുകളും ഗോപുരങ്ങളും നിർമ്മിച്ച ആ പണിക്കാർ ശരിക്കും അത്ഭുതമാണ്. ഇതിലെ ഏറ്റവും വലിയ നിർമ്മിതിയായ ദി ഗ്രേറ്റ് എൻക്ലോഷർ ഏകദേശം 250 മീറ്റർ ചുറ്റളവുള്ള ഒരു വലിയ മതിലാണ്. ഇതിനുള്ളിൽ 10 മീറ്റർ ഉയരമുള്ള ഒരു കൂർത്ത ഗോപുരമുണ്ട്. പക്ഷേ ഇതെന്തിനാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ഇന്നും ആർക്കും അറിയില്ല. ഇത് ഒരു രാജ്യത്തിന്റെ ഏറ്റവും നല്ല കാലത്ത് 10,000-ഓളം ആളുകൾ ഇവിടെ താമസിച്ചിരുന്നതായാണ് കരുതുന്നത്. സ്വർണം, ആനക്കൊഞ്ഞ, കണ്ണുകാലികൾ എന്നിവയുടെ വലിയൊരു കച്ചവട കേന്ദ്രമായിരുന്നു ഇതെന്ന് തെളിവുകൾ പറയുന്നു. ചൈനയിൽ നിന്നും പേർഷ്യയിൽ നിന്നുമുള്ള കളിമൺ പാത്രങ്ങളും ഗ്ലാസ് മണികളും ഇവിടെ നിന്ന് ലഭിച്ചത് ഇത് ലോകവ്യാപാരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് ഉറപ്പിക്കുന്നു. ഇത്രയൊക്കെ പ്രാധാന്യമുണ്ടെങ്കിലും ഈ നഗരത്തെക്കുറിച്ച് ഇന്നും പലതും രഹസ്യമാണ്. ഈ മതിലുകൾ എന്തിനാണ് നിർമ്മിച്ചതെന്ന് കൃത്യമായി അറിയില്ല. ഇതൊരു പ്രതിരോധ മതിലാണോ അതോ രാജകൊട്ടാരമാണോ, ആരാധനാ സ്ഥലമാണോ അതോ അധികാരത്തിന്റെ അടയാളമാണോ എന്നതിൽ വ്യക്തതയില്ല. പ്രത്യേകിച്ചും ആ ഗോപുരം. ആഫ്രിക്കയിലെ വേറെ ഒരിടത്തും ഇത്തരമൊന്ന് കാണാനില്ല. ചിലർ ഇതൊരു ധാന്യപ്പുരയാണെന്നും ചിലർ ഇതൊരു സ്മാരകമാണെന്നും വിശ്വസിക്കുന്നു. മറ്റൊരു വലിയ ചോദ്യം ഈ നഗരത്തിന്റെ തകർച്ചയെക്കുറിച്ചാണ്. 15-ാം നൂറ്റാണ്ടോടെ ഈ നഗരം ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷെ എന്തുകൊണ്ട് എന്നത് ഇന്നും തർക്കവിഷയമാണ്. കൃഷി നശിച്ചതോ, കന്നുകാലികൾ കൂടിയതോ അല്ലെങ്കിൽ വ്യാപാര വഴികൾ മാറിയതോ ഒക്കെ കാരണമാകാം. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്യനാരാണ് ഇതിനെക്കുറിച്ച് ആദ്യമായി എഴുതുന്നത്. എന്നാൽ ആഫ്രിക്കക്കാർക്ക് ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ കഴിയില്ലെന്നും ഇത് മറ്റാരോ വന്ന് നിർമ്മിച്ചതാണെന്നുമാണ് അന്നവർ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇത് ഷോണ വിഭാഗത്തിൽപ്പെട്ട അവിടുത്തെ ആദിമ ജനത തന്നെ നിർമ്മിച്ചതാണെന്ന് ആധുനിക പഠനങ്ങൾ തെളിയിച്ചു. എന്നിരുന്നാലും അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ചും ഈ നിർമ്മിതികളുടെ അർത്ഥത്തെക്കുറിച്ചും ഇന്നും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഹൈപ്പോജിയം ഓഫ് ഹാൽ സാഫ്ലിയനെ മാൾട്ടയുടെ പാവോള എന്ന ആധുനിക പട്ടണത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ ഭൂഗർഭ സമുച്ചയം ഒരു നൂറ്റാണ്ടിലധികമായി പുരാവസ്തു ഗവേഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 1902 ഒരു നിർമ്മാണ പ്രവർത്തനത്തിനിടയിലാണ് ഇത് യാദൃശ്ചികമായി കണ്ടെത്തിയത്. ചുണ്ണാമ്പ് കല്ലിൽ നേരിട്ട് കുത്തിയുണ്ടാക്കിയ മുറികളുടെയും ഇടനാഴികളുടെയും ഒരു വലിയ ശൃംഖലയാണിത്. BC 4000 മുതൽ 2500 വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കവും സങ്കീർണവുമായ ഭൂഗർഭ നിർമ്മിതികളിൽ ഒന്നാണ്. ഇതൊരു ആരാധനാലയമായും അതുപോലെ തന്നെ മരിച്ചവരെ അടക്കം ചെയ്യുന്ന സ്ഥലമായും ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നു. ഇവിടെ നടത്തിയ ഖനനത്തിൽ 7000-ഓളം ആളുകളുടെ അസ്ഥികൂടങ്ങളും അതോടൊപ്പം മൺപാത്രങ്ങളും ചെറിയ ശില്പങ്ങളും മുദ്രകളും ലഭിച്ചിട്ടുണ്ട്. 3 തട്ടിലായാണ് ഇവിടത്തെ മുറികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലത്തെ തട്ട് പ്രകൃതിദത്തമായ ഗുഹകളെ വികസിപ്പിച്ചുണ്ടാക്കിയ ലളിതമായ ഒന്നാണ്. എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടുകൾ വളരെ സങ്കീർണമാണ്. മനോഹരമായി കൊത്തിയെടുത്ത ചുവരുകളും തൂണുകളും മേൽക്കൂരകളുമൊക്കെ കരയിൽ നമ്മൾ കാണുന്ന കെട്ടിടങ്ങളുടെ അതേ മാതൃകയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഇടം ഒറാക്കിൾ റൂം എന്ന് വിളിക്കുന്ന ഒരു ചെറിയ മുറിയാണ്. ശബ്ദതരംഗങ്ങളുടെ കാര്യത്തിൽ വളരെ വിചിത്രമായ പ്രത്യേകതകളാണ് ഈ മുറിക്കുള്ളത്. ഒരാൾ ഈ മുറിയിൽ നിന്ന് സംസാരിക്കുകയോ പാടുകയോ ചെയ്താൽ ആ ശബ്ദം സമുച്ചയത്തിലുടനീളം വലിയ രീതിയിൽ മുഴങ്ങിക്കേൾക്കും. ഗവേഷകർ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ 110 ഹെർട്സ് പോലുള്ള കുറഞ്ഞ ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രകമ്പനമുണ്ടാക്കുന്ന രീതിയിലുള്ള മാറ്റം വരുത്തുന്നുണ്ട് എന്ന് കണ്ടെത്തി. ഇത് ബോധപൂർവം ചെയ്തതാണോ അതോ അറിയാതെ സംഭവിച്ചതാണോ എന്ന് വ്യക്തമല്ല. എങ്കിലും അന്നവിടെ നടന്ന ആചാരങ്ങൾ ആളുകളിൽ വലിയ രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ അനുഭൂതികൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം എന്ന് കരുതപ്പെടുന്നു. യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ചുവർചിത്രങ്ങൾ ചില ഇവിടെ കാണാൻ കഴിയും. റെഡ് ഓക്കർ നിറത്തിലുള്ള സർപ്പിലാകൃതിയിലുള്ള അടയാളങ്ങൾ കൊണ്ട് ഇവിടത്തെ ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നു. മരണം, പുനർജന്മം എന്നിവയെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസങ്ങളുമായി ഇതിന് ബന്ധമുണ്ടാകാം. ഇത്രയൊക്കെ മനസ്സിലാക്കിയെങ്കിലും ഹൈപ്പോജിയം ഇന്നും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിവെക്കുന്നുണ്ട്. നിയോലിഥിക് കാലത്തെ മനുഷ്യർക്ക് ആധുനിക ഉപകരണങ്ങളില്ലാതെ വെറും കല്ലും മൃഗങ്ങളുടെ കൊമ്പുകളും ഉപയോഗിച്ച് ഇത്രയും വലിയൊരു ഗുഹാലയം എങ്ങനെ തുറന്നുണ്ടാക്കാൻ കഴിഞ്ഞോ? ആഴത്തിലേക്ക് കുഴിക്കുമ്പോൾ കാറ്റും വെളിച്ചവും കിട്ടാനും ഇടിഞ്ഞു വീഴാതിരിക്കാനും അവർ എന്ത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത്? മറ്റൊരു നിഗൂഢത ഇതിന്റെ പശ്ചാത്തലമാണ്. മാൾട്ടയിലോ ലോകത്ത് മറ്റൊരിടത്തും ഇതേ കാലഘട്ടത്തിൽ ഇത്തരമൊരു നിർമ്മിതിയും ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. എന്തിനാണ് ആ സമൂഹം ഇത്രയധികം കഠിനാധ്വാനം ചെയ്ത് ഇങ്ങനെയൊരു ഭൂഗർഭ സ്മാരകം പണിതത്? എന്തുകൊണ്ട് പിന്നീട് ആരും ഇത് അനുകരിച്ചില്ല?
ഇവിടെ നിന്ന് ലഭിച്ച സ്ലീപ്പിംഗ് ലേഡി എന്നറിയപ്പെടുന്ന കൊച്ചുശില്പവും വലിയൊരു രഹസ്യമാണ്. ചരിഞ്ഞുകിടക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമാണിത്. ഇത് ഫലഭൂവിഷ്ടിയെയോ മരണാനന്തര ജീവിതത്തെയോ സൂചിപ്പിക്കുന്നതാകാമെന്ന് പലരും കരുതുന്നുണ്ടെങ്കിലും ഇതിന്റെ കൃത്യമായ അർത്ഥം ഇന്നും അജ്ഞാതമാണ്. മനുഷ്യചരിത്രത്തിന്റെ തുടക്കകാലത്ത് അസാമാന്യമായ കഠിനാധ്വാനം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ വിസ്മയം ഇന്നും പുരാവസ്തു ഗവേഷകർക്ക് മുന്നിൽ ഒരു വലിയ കടങ്കഥയായി നിലകൊള്ളുന്നു. ഫൈസ്റ്റോസ് ഡിസ്ക് 1908 വേനൽക്കാലത്താണ് ഇറ്റാലിയൻ പുരാവസ്തു ഗവേഷകനായ ലൂയിജി പെർണിയർ ക്രീറ്റ് ദ്വീപിലെ ഫൈസ്റ്റോസ് കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു വിചിത്രമായ വസ്തു കണ്ടെത്തിയത്. അന്നുമുതൽ പുരാവസ്തു ലോകത്തെ ഏറ്റവും വലിയ കടങ്കഥകളിലൊന്നായി ഇതു മാറി. ഏകദേശം 15 സെന്റിമീറ്റർ വ്യാസമുള്ള കളിമണ്ണിൽ തീർത്ത ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള ഫലകമാണിത്. ഇതിന്റെ 2 വശങ്ങളിലും ചുരുൾ രൂപത്തിൽ ഒരുപാട് ചിഹ്നങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. ആകെ 241 അടയാളങ്ങളുണ്ട്. അവയിൽ 45 തരം വ്യത്യസ്ത ചിഹ്നങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ഡിസ്കിന് പല പ്രത്യേകതകളുമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിലെ ചിഹ്നങ്ങൾ കല്ലിലോ മറ്റോ കൊത്തിയതല്ല. പകരം ഓരോ ചിഹ്നത്തിനും ഓരോ സ്റ്റാമ്പുണ്ടാക്കി കളിമണ്ണിൽ അമർത്തി പതിപ്പിച്ചതാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ അച്ചടി വിദ്യയുടെ രൂപമാണിതെന്ന് പറയാം. പുറം വശത്തു നിന്ന് തുടങ്ങി ഉള്ളിലേക്ക് ക്ലോക്ക് വൈസ് ദിശയിലാണ് ഈ ചിഹ്നങ്ങൾ അടുക്കി വച്ചിരിക്കുന്നത്. മനുഷ്യർ, മൃഗങ്ങൾ, ആയുധങ്ങൾ, ചെടികൾ എന്നിവയുടെയൊക്കെ ചിത്രങ്ങൾ ഇതിലുണ്ട്. എന്നാൽ പുരാതന കാലത്തെ മറ്റ് ലിപികളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ലോകത്ത് വേറെ ഒരിടത്തും ഇന്നും കണ്ടെത്തിയിട്ടില്ല. BC 2ാം സഹസ്രാബ്ദത്തിൽ മിനോവൻ സംസ്കാരം അതിന്റെ ഉന്നതിയിൽ നിന്നിരുന്ന കാലത്താണ് ഏകദേശം BC 1700 ഇത് നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. മിനോവൻസ് അക്കാലത്ത് മറ്റ് 2 എഴുത്തുരീതികൾ അഥവാ ക്രീറ്റൻ ഹൈറോഗ്ലിഫിക്സ് ലീനിയർ എ ഉപയോഗിച്ചിരുന്നു. ഇതിൽ ലീനിയർ എ ഇന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപാട് വസ്തുക്കളിൽ അത് കാണാറുണ്ട്. എന്നാൽ ഫൈസ്റ്റോസ് ഡിസ്ക് തീർത്തും ഒറ്റപ്പെട്ടയൊന്നാണ്. ഇതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ 100 വർഷമായി ഒരുപാട് ശ്രമങ്ങൾ നടന്നു. ഇതൊരു പ്രാർത്ഥനാഗീതമാണെന്നും കലണ്ടറാണെന്നും അതല്ല ഒരു ബോർഡ് ഗെയിമാണെന്നുമൊക്കെ പലരും വാദിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരേ ഒരു ഡിസ്ക് മാത്രം ലഭിച്ചതുകൊണ്ടും മറ്റ് തെളിവുകളില്ലാത്തതുകൊണ്ടും ഇതൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല. കോപ്പർ സ്ക്രോൾ 1952 വെസ്റ്റ് ബാങ്കിലെ ഖുംറാൻ എന്ന സ്ഥലത്ത് ഗവേഷണം നടത്തിയപ്പോഴാണ് മറ്റ് ഡെഡ് സീ സ്ക്രോളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് കണ്ടെത്തിയത്. മിക്കവാറും എല്ലാ ചുരുളുകളും മൃഗത്തോലിലോ പാപ്പിറസ് പേപ്പറിലോ ഉള്ള മതപരമായ രചനകളായിരുന്നെങ്കിൽ ഇത് ചെമ്പ് തകിടിലാണ് നിർമ്മിച്ചിരുന്നത്. കഴിഞ്ഞ 70 വർഷമായി ഇതൊരു വലിയ അത്ഭുതമായി തുടരുന്നു. 2 വലിയ ചെമ്പ് തകിടുകൾ ചേർത്ത് ഉരുട്ടിവെച്ച നിലയിലായിരുന്നു ഇത്. ഇത് കേടുപാടുകൾ കൂടാതെ നിവർത്തിയെടുക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു നിധിവേട്ടയുടെ മാപ്പ് പോലെയാണ്. സ്വർണവും വെള്ളിയും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും ഒളിപ്പിച്ചുവെച്ച 64 സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇതിലുള്ളത്. പടിക്കടിന് താഴെയുള്ള കിണറ്റിൽ 40 താലന്ത് വെള്ളി എന്നൊക്കെ വളരെ സാങ്കേതികമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലുപയോഗിച്ചിരിക്കുന്ന ഹീബ്രു ഭാഷ മതഗ്രന്ഥങ്ങളിലേതുപോലെയല്ല, മറിച്ച് ഒരു സാധന പട്ടിക തയ്യാറാക്കുന്നതുപോലെയാണ്. AD 50നും 100നും ഇടയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. AD 70 യെരൂശലേം ദേവാലയം തകർക്കപ്പെടുന്നതിനു മുമ്പ് അവിടുത്തെ നിധികൾ ഒളിപ്പിച്ചതിന്റെ രേഖയാണിതെന്ന് പലരും കരുതുന്നു. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ നിഗൂഢത നിധി തന്നെയാണ്. ഒരുപാട് പേർ ഇതിൽ പറയുന്ന സ്ഥലങ്ങളിൽ തിരഞ്ഞെങ്കിലും ഇന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചിലർ പറയുന്നത് ഈ നിധി വെറും സങ്കല്പമാണെന്നും ഏതെങ്കിലും ആചാരത്തിന്റെ ഭാഗമായി എഴുതിയതാണെന്നുമാണ്. എന്നാൽ മറ്റു ചിലർ നിധി സത്യമാണെന്നും അതാരെങ്കിലും പണ്ടേ എടുത്തു മാറ്റിയതാകാമെന്നും വിശ്വസിക്കുന്നു. 1960കളിൽ ജോൺ അലഗ്രോയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം നിധി തേടി ഇറങ്ങിയെങ്കിലും വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. ഇത്തരം നിധിവേട്ടകൾ ചരിത്ര സ്മാരകങ്ങളെ നശിപ്പിക്കുമെന്ന് പിൽക്കാലത്ത് വിമർശനങ്ങൾ ഉയർന്നു. എന്തുതന്നെയായാലും പുരാതന ലോകത്തുനിന്ന് ലഭിച്ച ഇത്രയും വ്യക്തമായ ഒരു നിധി മാപ്പ് വേറെ ഒരിടത്തുമില്ല. മരുഭൂമിയിൽ ഇന്നും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാമെന്ന പ്രതീക്ഷയാണ് ഈ ചെമ്പുചുരുൾ നൽകുന്നത്. കാർനാക്ക് കല്ലുകൾ
ഫ്രാൻസിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ബ്രിട്ടനിയിലെ കാർനാക് എന്ന പട്ടണത്തിനടുത്താണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ കല്ലുകൂട്ടങ്ങളുള്ളത്. നിയോലിഥിക് കാലഘട്ടത്തിൽ നാട്ടിവെച്ച 3000-ലധികം വലിയ കല്ലുകൾ ഇവിടെയുണ്ട്. കിലോമീറ്ററുകളോളം വരിവരിയായും വൃത്തരൂപത്തിലുമൊക്കെയാണ് ഇവ അടുക്കി വച്ചിരിക്കുന്നത്. 100 കണക്കിന് മീറ്റർ നീളമുള്ള നേർരേഖയിലാണ് ഈ കല്ലുകൾ നിൽക്കുന്നത്. ചെറിയ കല്ലുകൾ മുതൽ ഭീമാകാരമായ ഒറ്റ കല്ലുവരെ ഇതിലുണ്ട്. ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാത്ത ആ കാലത്ത് ഇത്രയും വലിയ കല്ലുകൾ എവിടെ നിന്ന് കൊണ്ടുവന്നുവെന്നും എങ്ങനെ ഇത്ര കൃത്യമായി അടുക്കിയെന്നും ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നും. നൂറ്റാണ്ടുകളായി ഗവേഷകർ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ലക്ഷ്യമെന്താണെന്ന് ഇന്നും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ആചാരങ്ങൾ നടന്നിരുന്ന സ്ഥലമാണെന്നും നക്ഷത്രങ്ങളുടെ നീക്കം ശ്രദ്ധിക്കാനുള്ള വഴിയാണെന്നും അതല്ല അതിർത്തി തിരിച്ചതാണെന്നുമൊക്കെ പല സിദ്ധാന്തങ്ങളുണ്ട്. ഇംഗ്ലണ്ടിലെ സ്റ്റോൺഹെഞ്ച് പോലെ ഇതിന് കൃത്യമായൊരു മധ്യഭാഗമോ മേൽക്കൂരയോ ഒന്നുമില്ല. ഡ്രോൺ ഉപയോഗിച്ചും ലിഡാർ മാപ്പിംഗ് വഴിയും നടത്തിയ പരിശോധനകളിൽ ഈ പ്രദേശം മുഴുവൻ പണ്ട് വലിയൊരു ആരാധനാ കേന്ദ്രമായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. കല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഇപ്പോൾ അവിടേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് നിയന്ത്രിച്ചിട്ടുണ്ട്. ഈ കല്ലുകൾ നിർമ്മിച്ചവർ യാതൊരു ലിഖിതങ്ങളോ കഥകളോ ബാക്കി വച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ ഈ ശില്പവിസ്മയം ഇന്നും ഒരു വലിയ ചോദ്യമായി തുടരുന്നു. യൊനാഗുണി മോണുമെന്റ്. ജപ്പാനിലെ റൂക്യു ദ്വീപുകളിൽ ഒന്നായ യൊനാഗുണിയുടെ തെക്കൻ തീരത്ത് കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ശിലാനിർമ്മിതിയാണിത്. 1986-ൽ ഇത് കണ്ടെത്തിയതു മുതൽ വലിയ തർക്കങ്ങൾക്കാണ് ഇത് വഴിതെളിച്ചത്. യൊനാഗുണി മോണുമെന്റ് എന്നറിയപ്പെടുന്ന ഇതിൽ വലിയ പടവുകൾ, പ്ലാറ്റ്ഫോമുകൾ, ഭിത്തികൾ, തൂണുകൾ എന്നിവയെല്ലാം കാണാം. കിഴക്കൻ ചൈന കടലിന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 മീറ്റർ താഴെയാണ് ഇത് കിടക്കുന്നത്. ഇതിന്റെ വലിപ്പവും കൃത്യമായ ആകൃതിയും കണ്ട് ഇത് കടലിൽ മുങ്ങിപ്പോയ ഒരു പഴയ നഗരമാണെന്നും ഏതെങ്കിലും പുരാതന സംസ്കാരത്തിന്റെ അവശിഷ്ടമാണെന്നും ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ ഇതൊരു സ്വാഭാവികമായ പാറക്കെട്ടാണെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുരാവസ്തു തർക്കങ്ങളിൽ ഒന്നായി ഇത് തുടരുന്നു. 1986-ൽ ഒരു പ്രാദേശിക ഡൈവർ കടലിനടിയിൽ വിചിത്രമായ ആകൃതിയിലുള്ള പാറകൾ കണ്ടതോടെയാണ് ഈ കഥ തുടങ്ങുന്നത്. പടവുകളും നേരായ ഭിത്തികളുമൊക്കെ കണ്ടതോടെ ജിയോളജിസ്റ്റുകളും പുരാവസ്തു ഗവേഷകരും അവിടേക്ക് ആകർഷിക്കപ്പെട്ടു. ഏതാണ്ട് 150 മീറ്റർ നീളമുള്ള ഈ സമുച്ചയം ചില കോണുകളിൽ നിന്ന് നോക്കിയാൽ മനുഷ്യർ പണിത കെട്ടിടമാണെന്നേ തോന്നൂ. പടവുകൾ പോലെ തോന്നിക്കുന്ന ഭാഗങ്ങൾ കല്ല് ചത്തി ഉണ്ടാക്കിയതാണെന്ന് ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നു. എന്നാൽ ഈ പ്രദേശം സാൻഡ്സ്റ്റോൺ കൊണ്ടുള്ളതാണെന്നും അത്തരം കല്ലുകൾ സ്വാഭാവികമായി വിള്ളലുകൾ വീഴുമ്പോൾ കൃത്യമായ കോണുകളും നിരപ്പായ ഉപരിതലവും ഉണ്ടാകാറുണ്ടെന്നും എതിർക്കുന്നവർ വാദിക്കുന്നു. ഇതുവരെ അവിടെ നിന്ന് മനുഷ്യർ ഉപയോഗിച്ച ഉപകരണങ്ങളോ മറ്റു തെളിവുകളോ ലഭിച്ചിട്ടില്ല. പ്രകൃതിയിലെ ചില കാഴ്ചകളെ മനുഷ്യർ തങ്ങൾക്ക് പരിചിതമായ രൂപങ്ങളായി കാണുന്നതാണോ അതോ നമ്മൾ ഇതുവരെ തിരിച്ചറിയാത്ത ഒരു പഴയ നിർമ്മാണ രീതിയാണോ എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. ഷിഗർ ഐഡൽ. 1894-ൽ റഷ്യയിലെ യൂറൽ പർവ്വതനിരകൾക്ക് അടുത്തുള്ള ചതുപ്പിൽ സ്വർണത്തിനായി കുഴിച്ച തൊഴിലാളികൾക്ക് മരത്തിൽ തീർത്ത ചില ഭാഗങ്ങൾ ലഭിച്ചു. ആ കഷണങ്ങൾ കൂട്ടിയോജിപ്പിച്ചപ്പോൾ ഗവേഷകർ ഞെട്ടിപ്പോയി. ചിഹ്നങ്ങളും മനുഷ്യരുടേതുപോലുള്ള മുഖങ്ങളും കൊത്തിയെടുത്ത ഒരു ഭീമാകാരമായ മരപ്രതിമയായിരുന്നു അത്. ഇതിന് ഏകദേശം 12500 വർഷം പഴക്കമുണ്ട്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ മരപ്പണിയാണിത്. ഇതിന് ഏകദേശം 5.3 മീറ്റർ അഥവാ 17 അടി ഉയരമുണ്ടായിരുന്നു. ഒരു വലിയ ലാർച്ച് മരത്തിൽ നിന്ന് കൊത്തിയെടുത്ത ഇതിൽ ഒന്നിനു മുകളിലായി അടുക്കിവെച്ച രീതിയിൽ പല മുഖങ്ങൾ കാണാം. ചതുപ്പിലെ വെള്ളത്തിൽ കിടന്നതുകൊണ്ടാണ് ഇത്രയും കാലം ഇത് നശിച്ചാതെയിരുന്നത്. കൃഷി പോലും തുടങ്ങുന്നതിനു മുമ്പ് മനുഷ്യർ വെറും വേട്ടക്കാരായി നടന്നിരുന്ന കാലത്ത് ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നത് അന്നത്തെ മനുഷ്യരുടെ ചിന്താശേഷിയെയാണ് കാണിക്കുന്നത്. ഇതൊരു ദൈവത്തിന്റെ രൂപമാണോ അതോ ആചാരങ്ങൾക്കുപയോഗിച്ചതാണോ എന്ന് ആർക്കും അറിയില്ല. റഷ്യയിലെ സ്വെഡ്ലോവ്സ്ക് മ്യൂസിയത്തിൽ ഇപ്പോൾ ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. ആധുനിക 3D സ്കാനിംഗ് വഴി ഇതിലെ അടയാളങ്ങൾ ഗവേഷകർ പഠിക്കുന്നുണ്ടെങ്കിലും 12500 വർഷം മുമ്പത്തെ ആ മനുഷ്യർക്ക് ഇതിലൂടെ എന്ത് സന്ദേശമാണ് നൽകാനുണ്ടായിരുന്നതെന്ന് ഇന്നും ആർക്കും പിടികിട്ടിയിട്ടില്ല. മൗണ്ട് ഓവൻ മോവാക്ലോ. 1986-ൽ ന്യൂസിലാൻഡിലെ മൗണ്ട് ഓവനിലുള്ള ഒരു വലിയ ഗുഹയിൽ ഗവേഷണം നടത്തിയവർക്ക് അവിശ്വസനീയമായൊരു കാഴ്ച കാണാൻ കഴിഞ്ഞു. ഗുഹയുടെ ഇരുട്ടിൽ നിന്ന് അവർക്ക് ലഭിച്ചത് മാംസവും തൊലിയുമൊക്കെ അവശേഷിക്കുന്ന ഒരു വലിയ പക്ഷിക്കാലായിരുന്നു.
ഇത് ഏതെങ്കിലും ജീവനുള്ള മൃഗത്തിൻ്റേതാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും കൂടുതൽ പഠിച്ചപ്പോൾ അത് നൂറ്റാണ്ടുകൾ മുമ്പ് വംശനാശം സംഭവിച്ച മോവ എന്ന പക്ഷിയുടേതാണെന്നും മനസ്സിലായി. ചിറകുകളില്ലാത്ത ഏകദേശം 3.6 മീറ്റർ വരെ ഉയരമുള്ള ഭീമൻ പക്ഷികളായിരുന്നു ഇവ. 14-ലോ 15-ാം നൂറ്റാണ്ടിലോ മവോരി വംശജർ വേട്ടയാടിയത് കാരണമാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്. സാധാരണയായി ഇത്തരം പക്ഷികളുടെ അസ്ഥികൾ മാത്രമാണ് ലഭിക്കാറുള്ളത്. എന്നാൽ ഗുഹയിലെ തണുപ്പും വരണ്ട അന്തരീക്ഷവും കാരണം ഈ പക്ഷിക്കാൽ നശിച്ചുപോകാതെ മമ്മി ചെയ്ത രീതിയിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടു. 100 കണക്കിന് വർഷം കഴിഞ്ഞിട്ടും ഇത്രയും വ്യക്തമായി ഇതിരിക്കുന്നത് കണ്ട് പലരും അത്ഭുതപ്പെട്ടു. ഈ പക്ഷികൾ നമ്മൾ കരുതുന്നതിലും കൂടുതൽ കാലം അവിടെ ജീവിച്ചിരുന്നോ എന്ന ചർച്ചകൾക്കും ഇത് വഴിതെളിച്ചു. പ്രകൃതിയുടെ അത്ഭുതകരമായ സംരക്ഷണത്തിന് ഒരു വലിയ ഉദാഹരണമാണിത്. ഇന്നും ന്യൂസിലാൻഡിലെ കാടുകളിലും ഗുഹകളിലും എന്തൊക്കെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം എന്നതിൻ്റെ സൂചനയാണ്. ടർട്ടാറിയ ടാബ്ലറ്റ്സ്. 1961-ൽ റൊമേനിയയിലെ ടർട്ടാറിയ എന്ന ഗ്രാമത്തിനടുത്തുള്ള ഒരു പഴയ താമസ സ്ഥലത്ത് നിന്നാണ് പുരാവസ്തു ഗവേഷകനായ നിക്കോള വിളാസ കളിമണ്ണിൽ തീർത്ത 3 ചെറിയ ഫലകങ്ങൾ കണ്ടെത്തിയത്. വിങ്ക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഈ കണ്ടെത്തൽ യൂറോപ്പിലെ ചരിത്ര പഠനങ്ങളിൽ വലിയ തർക്കങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. BC 5300-നോടടുത്ത കാലത്താണ് ഇവ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. ഇതിൽ കൊത്തിയിട്ടുള്ള വിചിത്രമായ അടയാളങ്ങൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ എഴുത്തുരൂപമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സുമേരിയക്കാരുടെ ലിപിക്കും 1000 വർഷം മുമ്പ് യൂറോപ്പിൽ എഴുത്തുവിദ്യയുണ്ടായിരുന്നു എന്നു വരും. ഈ 3 ഫലകങ്ങളും വ്യത്യസ്ത ആകൃതിയിലുള്ളവയാണ്. ഒന്ന് ചതുരം, ഒന്ന് വൃത്തം, മറ്റൊന്ന് കഴുത്തിൽ കെട്ടിത്തൂക്കാൻ പാകത്തിന് ഓട്ടയുള്ളതും. ഇവയിലെല്ലാം വരകളും കുരിശടയാളങ്ങളും മൃഗങ്ങളെപ്പോലെ തോന്നിക്കുന്ന ചിത്രങ്ങളും ഒക്കെ കാണാം. വെറുതെ വരച്ചുവെച്ച അലങ്കാരപ്പണികളല്ല ഇവയെന്നും മറിച്ച് എന്തോ വലിയ സന്ദേശം ഇതിലൂടെ കൈമാറാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുമാണ് ഗവേഷകർ പറയുന്നത്. ബാൽക്കൺ പ്രദേശം മുഴുവൻ ഇത്തരത്തിലുള്ള വിങ്ക ചിഹ്നങ്ങൾ ഒരുപാട് വസ്തുക്കളിൽ കാണാറുണ്ട്. എന്നാൽ ടർട്ടാറിയ ടാബ്ലറ്റ്സുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ ഇത് ശരിക്കും ഒരു ഭാഷയാണോ അതോ ആചാരങ്ങൾക്കുപയോഗിച്ച ചിഹ്നങ്ങളാണോ എന്ന കാര്യത്തിൽ ഇന്നും തർക്കം നടക്കുന്നു. എന്തുതന്നെയായാലും പുരാതന കാലത്തെ മനുഷ്യർക്ക് ചിന്തകളെ അടയാളപ്പെടുത്താൻ വലിയ കഴിവുണ്ടായിരുന്നു എന്നതിൻ്റെ വലിയൊരു തെളിവാണിത്. കാസ്കജൽ ബ്ലോക്ക്. 1999-ൽ മെക്സിക്കോയിലെ വെരാക്രൂസിൽ ഒരു റോഡ് പണിക്കാരനാണ് വിചിത്രമായ അടയാളങ്ങളുള്ള ഒരു കല്ല് കണ്ടെത്തിയത്. ഏകദേശം 36 സെന്റിമീറ്റർ നീളവും 21 സെന്റിമീറ്റർ വീതിയുമുള്ള ഈ കല്ലിൽ 62 വ്യത്യസ്ത ചിഹ്നങ്ങൾ വരിവരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ തന്നെ ഏറ്റവും പഴയ എഴുത്തുരൂപമായിട്ടാണ് ഇതിനെ ഇപ്പോൾ കണക്കാക്കുന്നത്. മെക്സിക്കോയിലെ ഏറ്റവും പഴയ സംസ്കാരമായ ഒൽമെക് ജനതയുടേതാണ് ഈ കല്ല്. BC 1500-നും 400-നും ഇടയിൽ ജീവിച്ചിരുന്ന ഇവർ വലിയ തല്ലുപ്രതിമകളും കൊട്ടാരങ്ങളും പണിയാൻ വൈദഗ്ധ്യമുള്ളവരായിരുന്നു. ഈ കല്ലിൽ ചെടികളുടെയും മൃഗങ്ങളുടെയും ചില ജ്യാമിതീയ രൂപങ്ങളുടെയും അടയാളങ്ങൾ കാണാം. ഇവ വെറുതെ വരച്ചുവെച്ചതല്ല, മറിച്ച് ഒരു പ്രത്യേക ക്രമത്തിൽ അടുക്കി വച്ചിരിക്കുന്നത് കണ്ടാൽ ഇതൊരു എഴുത്തുരീതിയാണെന്ന് ഉറപ്പിച്ചു പറയാം. ഇത് ശരിയാണെങ്കിൽ മായൻ ലിപികൾക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയിൽ അറിവുള്ളവരുണ്ടായിരുന്നു എന്നുവരും. എന്നാൽ ഇത്തരത്തിലുള്ള ഒരേയൊരു കല്ല് മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ എന്നതാണ് ഇതിനെ ഒരു നിഗൂഢതയാക്കുന്നത്. അക്കാലത്തെ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ സമാനമായ ലിപികൾ ഇന്നും ലഭിച്ചിട്ടില്ല. ഈ ഭാഷ അവർ പിന്നീട് ഉപേക്ഷിച്ചതാണോ അതോ ഏതെങ്കിലും പ്രത്യേക ചടങ്ങുകൾക്ക് മാത്രം ഉപയോഗിച്ചതാണോ എന്നത് ഇന്നും ഒരു രഹസ്യമാണ്. മായ്ക്കാത്ത കല്ലിൽ കൊത്തിവെച്ച, വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരു പഴയ സന്ദേശമായി ഇതിന്നും മ്യൂസിയത്തിലിരിക്കുന്നു. ഡിക്വിസ് കല്ലുഗോളങ്ങൾ. കോസ്റ്റാറിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ കാടുകൾക്കിടയിൽ ചിതറിക്കിടവെന്ന 100 കണക്കിന് ഉരുണ്ട കല്ലുകളാണിത്. വെറും കല്ലുകളല്ല ഇവ, തികച്ചും കൃത്യമായ ഉരുണ്ട രൂപത്തിൽ ചെത്തിയെടുത്തവയാണിവ. ഏതാനും സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ളവ മുതൽ 2.5 മീറ്ററിലധികം വലിപ്പമുള്ളവയും 15 ടൺ തൂക്കമുള്ളവയും ഇതിലുണ്ട്. BC 500-നും AD 1500-നും ഇടയിൽ അവിടെ ജീവിച്ചിരുന്ന ഡിക്വിസ് ജനതയാണ് ഇവ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. 1930-കളിൽ വാഴകൃഷിക്ക് വേണ്ടി കാട് വെട്ടിത്തെളിച്ചപ്പോഴാണ് തൊഴിലാളികൾ ഈ വിചിത്രമായ ഗോളങ്ങൾ ആദ്യമായി കണ്ടത്. ഇന്നുവരെ 500-ലധികം ഇത്തരം കല്ലുകൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കല്ലുകൾ എങ്ങനെയാണ് അത്രയും കൃത്യമായ ഗോളരൂപത്തിൽ അവർ ഉണ്ടാക്കിയതെന്ന് ആർക്കുമറിയില്ല.
അതിനായി ഉപയോഗിച്ച ഉപകരണങ്ങളൊന്നും അവിടെ നിന്ന് ലഭിച്ചിട്ടുമില്ല. എന്തിനു വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവ ഉണ്ടാക്കിയതെന്നതും വലിയൊരു ചോദ്യമാണ്. വീടുകൾക്കും മറ്റും മുന്നിൽ ഭംഗിക്കായി വെച്ചതാണെന്നും അതല്ല നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും നിരീക്ഷിക്കാൻ വെച്ചതാണെന്നുമൊക്കെ പലരും പറയുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ഇത് അന്യഗ്രഹജീവികൾ കൊണ്ടുവച്ചതാണെന്നൊക്കെ പല കഥകളും പരന്നിരുന്നെങ്കിലും സത്യത്തിൽ അവിടുത്തെ പ്രാദേശിക ജനതയുടെ വലിയ ബുദ്ധിശക്തിയാണിതിനു പിന്നെയുള്ളത്. കാണാൻ ലളിതമെന്ന് തോന്നുമെങ്കിലും നിർമ്മാണ രീതിയിലും ഉദ്ദേശത്തിലും വലിയ നിഗൂഢതകൾ ഒളിപ്പിച്ചുവെച്ച ഒന്നാണ് കോസ്റ്റാറിക്കയിലെ ഈ കല്ലുപന്തുകൾ. റോറി കരിങ്കൽ ഖനികൾ. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലുള്ള റോറി കുന്നുകളിൽ പരന്നുകിടക്കുന്ന ഈ പ്രദേശം ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും എന്നാൽ അധികമാരും അറിയാത്തതുമായ ഒരു പുരാതന വ്യവസായ കേന്ദ്രമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാനാവശ്യമായ ഫ്ലിന്റ് എന്ന കടുപ്പമേറിയ കല്ല് ഇവിടെ നിന്ന് ഖനനം ചെയ്തിരുന്നു. ഇതിന്റെ വ്യാപ്തി ആരെയും ഞെട്ടിക്കുന്നതാണ്. കുന്നുകൾ നിറയെ ആയിരക്കണക്കിന് ഖനീകുഴികളും കല്ല് ചെത്തിയുണ്ടാക്കുമ്പോൾ ബാക്കി വന്ന അവശിഷ്ടങ്ങളും കാണാൻ ഈ പ്രദേശത്തിൽ സാധിക്കും. ഇത്രയും പ്രാധാന്യമുണ്ടായിട്ടും പുരാവസ്തു ഗവേഷകർക്കിടയിൽ പോലും അധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു സ്ഥലമാണിത്. ശിലായുഗത്തിലെ സ്റ്റീലായിരുന്നു ഈ ഫ്ലിന്റ് കല്ലുകൾ. അത്രയ്ക്ക് മൂർച്ചയുള്ളതും ഈട് നിന്നിരുന്നതുമായിരുന്നു ഇവ. മാംസം മുറിക്കാനും മരങ്ങൾ ചെത്താനും കൃഷി ചെയ്യാനുമൊക്കെ ഈ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. റോറി കുന്നുകളിൽ വളരെ നല്ല ഗുണനിലവാരമുള്ള കല്ലുകളുള്ളതുകൊണ്ട് ഏകദേശം 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യരിവിടെ ഖനനം തുടങ്ങിയിരുന്നു. എന്നാൽ BC 1600-നും 1900-നും ഇടയിലുള്ള സിന്ധു നദീതട സംസ്കാരത്തിന്റെ കാലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ പണികൾ നടന്നത്. കുഴികൾക്ക് ചുറ്റും കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന കല്ലുചിപ്പുകൾ കണ്ടാൽ അന്നത്തെ ഉൽപ്പാദനത്തിന്റെ വലിപ്പം മനസ്സിലാക്കാം. എന്നാൽ ഈ വ്യവസായം എങ്ങനെയാണവർ നടത്തിക്കൊണ്ടുപോയതെന്ന് ഇന്നും അജ്ഞാതമാണ്. ആ കാലത്തെ ലിപികൾ ഇന്നും വായിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് രേഖകളൊന്നുമില്ല. എങ്കിലും ഇത്രയും വലിയൊരു സംവിധാനം പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. സിന്ധു നദീതടത്തിലെ കൃഷിക്കും നഗരജീവിതത്തിനും ആവശ്യമായ അരിവാളുകളും ഡ്രിങ്കുകളും കത്തികളുമൊക്കെ നിർമ്മിച്ചത് ഇവിടെ നിന്നുള്ള കല്ലുകൾ കൊണ്ടാണ്. ഖനനത്തിന് അവർ വല്ല ആചാരപരമായ പ്രാധാന്യം നൽകിയിരുന്നോ എന്നതും ചിന്തിക്കേണ്ട കാര്യമാണ്. വലിയ കൊട്ടാരങ്ങളോ ക്ഷേത്രങ്ങളോ മാത്രമല്ല, താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ അധ്വാനവും കൂടിയാണ് ഒരു സംസ്കാരത്തെ കെട്ടിപ്പടുക്കുന്നതെന്ന് ഈ ഖനികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗോബെക്ലി തെപ്പെ. തുർക്കിയുടെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം മനുഷ്യചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ ധാരണകളെയും തിരുത്തിക്കുറിച്ചു. 1960കളിൽ തന്നെ ഇത് കണ്ടെത്തിയിരുന്നെങ്കിലും 1990കളിൽ ക്ലൗസ് ഷ്മിഡ് എന്ന ഗവേഷകൻ ഖനനം തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ വലിപ്പം ലോകമറിഞ്ഞത്. ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കൃഷിയോ എഴുത്തോ ലോഹ ഉപകരണങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് വേട്ടയാടി നടന്നിരുന്ന മനുഷ്യർ നിർമ്മിച്ച വലിയ കല്ല് വൃത്തങ്ങളാണിത്. BC 9600 കാലഘട്ടത്തിലേതാണിതെന്ന് കരുതപ്പെടുന്നു. 5 മീറ്ററിലധികം ഉയരവും 20 ടൺ തൂക്കവുമുള്ള T ആകൃതിയിലുള്ള ഭീമാകാരമായ കൽത്തൂണുകളാണിതിൻ്റെ പ്രത്യേകത. ഈ തൂണുകളിൽ കുറുക്കൻ, സിംഹം, പാമ്പ്, കഴുകൻ, തേള് തുടങ്ങിയ മൃഗങ്ങളുടെ രൂപങ്ങൾ വളരെ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ താമസിച്ചതിൻ്റെയോ ഭക്ഷണം പാകം ചെയ്തതിൻ്റെയോ അടയാളങ്ങളൊന്നും കാണാത്തതുകൊണ്ട് ഇതൊരു വലിയ ആരാധനാലയമായിരുന്നു എന്ന് കരുതപ്പെടുന്നു. കൃഷി തുടങ്ങിയ ശേഷമാണ് മനുഷ്യർ വലിയ നിർമ്മിതികൾ തുടങ്ങിയതെന്ന പഴയ വിശ്വാസത്തെ ഇത് തകിടം മറിക്കുന്നു. ഇവിടെ മതം അല്ലെങ്കിൽ ആചാരങ്ങളാണ് മനുഷ്യരെ ഒന്നിച്ചു ചേർത്തതും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദിപ്പിച്ചതും. മറ്റൊരു നിഗൂഢത BC 800-ഓടുകൂടി ഈ സ്ഥലം അവർ സ്വന്തം മണ്ണുമൂടി മറച്ചുവെച്ചു എന്നതാണ്. എന്തിനാണവർ സ്വന്തം സ്മാരകങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ചു വച്ചതെന്ന് ഇന്നും ആർക്കും അറിയില്ല. നിലവിൽ കണ്ടെത്തിയത് ഈ സമുച്ചയത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇനിയും ഒരുപാട് വൃത്തങ്ങൾ മണ്ണിനടിയിൽ ഒളിഞ്ഞുകിടക്കുന്നു എന്ന് റഡാർ പരിശോധനകളിൽ വ്യക്തമായിട്ടുണ്ട്. ചെറിയ കൂട്ടങ്ങളായി നടന്നിരുന്ന മനുഷ്യർ ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ ഒന്നിച്ചുകൂടിയത് അത്ഭുതകരമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും ഇതിലെ കൊത്തുപണികൾ നമ്മോട് സംസാരിക്കുന്നത് നമുക്കിന്നും പിടികിട്ടാത്ത അവരുടെ വലിയ വിശ്വാസങ്ങളെക്കുറിച്ചാണ്. അസ്വാൻ അൺഫിനിഷ്ഡ് ഒബലിസ്ക്, ഈജിപ്റ്റ്. ഈജിപ്തിലെ അസ്വാനിൽ നൈൽ നദിയുടെ കിഴക്കേ തീരത്തുള്ള ഒരു കരിങ്കൽ ക്വാറിയിലാണ് പുരാതന ലോകത്തെ ഏറ്റവും അത്ഭുതകരവും എന്നാൽ കുഴപ്പിക്കുന്നതുമായ ഈ സ്മാരകമുള്ളത്. ഇത് പണി തീർത്തുയർത്തിയിരുന്നെങ്കിൽ ഈജിപ്തുകാർ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കല്ല് സ്മാരകമാവുമായിരുന്നു ഇത്.
ഏകദേശം 41.75 മീറ്റർ നീളവും 1090 മെട്രിക് ടൺ തൂക്കവും ഇതിനുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇത് അപൂർണമാണെങ്കിൽ പോലും അന്നത്തെ കല്ലുപണിക്കാരെക്കുറിച്ചും അവരുടെ രീതികളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും വലിയ ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇന്നും ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങളും ഇത് ഉയർത്തുന്നു. ഈ സ്തംഭം പാറയിൽ നിന്ന് ഭാഗികമായി വേർപെടുത്തിയ നിലയിലാണ് കിടക്കുന്നത്. 3 വശങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലും അടിഭാഗം ഇപ്പോഴും പാറയുമായി ഒട്ടിനിൽക്കുകയാണ്. BC 15-ാം നൂറ്റാണ്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ താൽപ്പര്യമുണ്ടായിരുന്ന ക്വീൻ ഹട്ഷെപ്സെറ്റിന്റെ ഭരണകാലത്താണ് ഇത് നിർമ്മിക്കാൻ തുടങ്ങിയതെന്ന് ഗവേഷകർ കരുതുന്നു. ഹട്ഷെപ്സെറ്റിന് ഇത്തരം സ്തംഭങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു. കർണാക്കിലെ ക്ഷേത്ര സമുച്ചയത്തിനായി അവർ നിരവധി സ്തംഭങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ 2 ഇന്നും ഈജിപ്തിലെ ഏറ്റവും ഉയരമുള്ള സ്തംഭങ്ങളായി നിലനിൽക്കുന്നു. ഈ സ്തംഭം അവരുടെ ഏറ്റവും വലിയ സ്മാരകമായിട്ടായിരിക്കണം വിഭാവനം ചെയ്തത്. ഇത്തരം സ്തംഭങ്ങൾ പാറയിൽ നിന്ന് വെട്ടിയെടുക്കാനും സ്ഥാപിക്കാനും ഈജിപ്തുകാർക്ക് നല്ല വൈദഗ്ധ്യമുണ്ടായിരുന്നു. എന്നാൽ ഇത് അതിനു മുമ്പും ശേഷവും നിർമ്മിച്ചതിനേക്കാൾ വളരെ വലുതായിരുന്നു. പുരാതന കാലത്ത് നിർമ്മാണം പൂർത്തിയായി ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും വലിയ സ്തംഭം റോമിലെ ലാറ്ററൻ ഒബലിസ്കാണ്. അതിന് ഏകദേശം 413 മെട്രിക് ടൺ തൂക്കമുണ്ട്. അതായത് അസ്വാനിലെ ഈ സ്മാരകത്തിന്റെ പകുതി പോലും തൂക്കം അതിനില്ല. കല്ലിൽ വിള്ളലുകൾ കണ്ടതിനെ തുടർന്നാണ് ഇതിന്റെ പണി ഉപേക്ഷിച്ചത്. ഡോളറേറ്റ് കല്ലുകൾ കൊണ്ട് ഇടിച്ചാണ് പണിക്കാർ ഇതിന്റെ ഉപരിതലം രൂപപ്പെടുത്തിയിരുന്നത്. അവർ ആഴത്തിൽ പണിതതോടെ പാറയിലെ സ്വാഭാവിക വിള്ളലുകൾ വലുതായി വന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പണി അസാധ്യമാണെന്ന് കണ്ട് അവർ സ്തംഭം അവിടെ തന്നെ ഉപേക്ഷിച്ചു. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഈ 20 പുരാവസ്തു രഹസ്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്?